എന്താ ഇത്? അമ്മ ഇത് ബേസിക്കലി എഡ് ഷീരന്റെ ഒരു സോങ് ഇല്ലേ, ഷേപ്പ് ഓഫ് യു. ഇതും കെമിസ്ട്രിയും കമ്പൈൻ ചെയ്തത്. ഹൈ ലെവൽ കെമിസ്ട്രി ഉണ്ട്, പക്ഷെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ട് കെമിസ്ട്രി പാർട്സും ഉണ്ട്. ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില പാർട്സ് കെമിസ്ട്രിയിൽ എനിക്ക്. വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോഴേ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഈ മൊബൈൽ ഫോൺ നമുക്ക് തിരിച്ചു തന്നിരിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ടൈം കൊടുക്കും. പക്ഷെ എനിക്കാണെങ്കിൽ 20 to 30 minutes. Why though, ma? Please tell me. അല്ലുകൂട്ടാ, കുറച്ച് നാള് കഴിഞ്ഞാല് വളരെ വയസ്സായിട്ട് മൊബൈൽ ഫോൺ അല്ലുകൂട്ടൻ ഉപയോഗിക്കണ്ടേ? അങ്ങനെ ഉപയോഗിക്കണമെങ്കിലേ ഇപ്പൊ ഇത്തിരി കൺട്രോളോടുകൂടി മൊബൈൽ ഉപയോഗിച്ചേ പറ്റൂ. അപ്പൊ നീ വിചാരിക്കും നിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടുകാരൊക്കെ മൊബൈൽ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. ശരിക്കും നമ്മുടെ ഈ 5 വിരലും 5 രീതിയിലല്ലേ എന്ന് പറഞ്ഞ പോലെ പേരൻസും പല രീതിയിലുണ്ട്. ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 3 തരത്തിലാണ് പേരൻസ് ഉള്ളത്. ഫസ്റ്റ് വൺ ലിമിറ്റേഴ്സ് എന്ന് വിളിക്കും. ഈ ലിമിറ്റേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മൊബൈൽ ഫോണും കുട്ടികളും കൂടെ ഒന്നിച്ച് വരുന്നത് കണ്ടാലേ ഭയമാണ്. ഇവർ വിചാരിക്കുന്ന ഈ ഫോണിൽ കുട്ടി ഏത് സമയവും കളിച്ചോണ്ടിരിക്കുകയാണ്, മൊബൈലിൽ ഫുൾ കാര്യങ്ങളും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടി മൊബൈൽ ഉപയോഗിച്ചാൽ കുട്ടി ചീത്തയായി പോകും. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് കുട്ടികളെ മൊബൈലിൽ നിന്ന് ലിമിറ്റ് ചെയ്യും. ഓക്കെ. രണ്ടാമതൊരു കൂട്ടരുണ്ട്, മോൻ ഇപ്പൊ പറഞ്ഞതുപോലെ അവരെ എനേബിളേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ എനേബിളേഴ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവര് യാതൊരു കൺട്രോളും ഇല്ലാതെ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തോണ്ടേയിരിക്കും. ഒരു ബൗണ്ടറി ഇല്ല, ഒരു ടൈം ഇത്ര സമയം കഴിയുമ്പോൾ തിരിച്ചു തരണം, അല്ലെങ്കിൽ ഫാമിലി റൂൾസ് ഇല്ല മൊബൈൽ ഉപയോഗിക്കാൻ. ഇങ്ങനെയുള്ള കുട്ടികളുടെ പേരൻസിനോട് എന്താണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ്, കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, കുട്ടി മൊബൈൽ അഡിക്റ്റ് ആയിപ്പോയി, ഞാൻ ഇത് ഓർത്ത് വിഷമിച്ചിരിക്കും, ഇങ്ങനെ കുറേ ദുരിത കഥകൾ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത്. എന്നാൽ മൂന്നാമത്തെ ആളുകളുണ്ട്, അവരെ നമ്മൾ മെന്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവര് ടെക്നോളജിയുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരൻസാ. അവര് കുട്ടികളുമായിട്ട് ഒന്നിച്ചിരുന്ന് വീഡിയോസ് കാണാറുണ്ട്, പുതിയ ആപ്പുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ മൊബൈലുമായി ബന്ധപ്പെട്ട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. അവിടെ എന്ത് പറ്റി, അത്തരം വീടുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുമെന്ന് മാത്രമല്ല, അവിടെ ചില സർട്ടൺ റൂൾസും ലിമിറ്റേഷൻസും ലിമിറ്റ്സും ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് നോക്കിയാലും ആദ്യത്തെ ആളുകളാണെങ്കിൽ എങ്ങനെയാ തെരിയേയില്ല, രണ്ടാമത്തെ ആളുകളാണെങ്കിലോ യാതൊരു കൺട്രോളും ഇല്ല. അപ്പൊ മെന്റേഴ്സ് അല്ലേ നല്ലത്? അപ്പൊ പിന്നെ നമുക്ക് ടെക്നോളജിയെ വയസ്സായിട്ട് ഒന്നിച്ചങ്ങ് ഉപയോഗിച്ചാലോ? Sure, Amma. Sorry for saying that earlier. Yeah.